നമ്മുടെ ഫുട്ബോൾ ലെജൻഡ് ഐ എം വിജയൻ്റെ മകൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടു കാണും. ഓക്കെ, കുറേ മീഡിയ ഒക്കെ അറ്റൻഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇത് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ വീഡിയോൻ്റെ ഒക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് പോയി നോക്കണം. എൻ്റെ മോനെ എജാതി ടീമുകൾ എന്ന് പറയും, എമ്മാതിരി ഹെയ്റ്റ്, എമ്മാതിരി വൃത്തികേടുകളാണ് അതിലൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ സീരിയസ്ലി ഇങ്ങനെ ആലോചിച്ച് പോയി. ഇപ്പോൾ പലരും സീക്രട്ട് ഏജൻറ്റ് അല്ലെങ്കിൽ റിയാക്ഷൻ ചാനൽസ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, നിങ്ങൾ ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞ്, എടാ നമ്മളൊക്കെ ഒരു കോണ്ടൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രോപ്പർ റീസൺ ഉണ്ട്, അല്ലെങ്കിൽ അത് ചർച്ചയിലുള്ള ഒരു കാര്യമായിരിക്കും, അതിന് നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഇമാതിരി വൃത്തികേട് എഴുതി വിടുന്ന ചെറ്റകളുണ്ടല്ലോ, ഇവരെ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? സീരിയസ്ലി സൊസൈറ്റിക്ക് ഒന്നും ഇവന്മാരോടൊന്നും തിരിച്ച് റിയാക്ട് ചെയ്യാനില്ലേ? ഞാൻ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തരാം. ഓക്കെ, എന്തൊരു വൃത്തികെട്ട മനസ്സ്, അഴിഞ്ഞു വീഴുന്ന മലയാളിയുടെ പുരോഗമന മുഖം മൂടി. ന്യൂസ് 18 മാത്രമാണ് ഈ സാധനം ഇങ്ങനൊരു തമ്മിലിട്ടിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഐ എം വിജയൻ എന്ന് പറഞ്ഞ മനുഷ്യൻ മകൻ്റെ കല്യാണ സമയത്ത് അവിടെ ഈ കുറേ സാധനങ്ങൾ വെക്കൂലോ, നിലവിളക്കും പഴവും അങ്ങനത്തെ അങ്ങനത്തെ സാധനങ്ങൾ വെക്കൂലോ. അവിടെ ചെരുപ്പിട്ട് കയറി എന്ന് പറഞ്ഞിട്ട് യജാതി വൃത്തികേടുകൾ അറിയും മനുഷ്യനെ കുറിച്ച് വിളിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഈ കമൻറ്റ് ബോക്സ് വാസ് ലൈക്ക് മാൻ, ഭീകര സാധനമാണ്. ഞാനിവിടെ സൈഡിലൊരു ജസ്റ്റ് ഇവരുടെ ഫോട്ടോ മാത്രം. മകൻ്റെ പേര് ആരോമൽ എന്നാണ്, കല്യാണം കഴിച്ച കുട്ടിയുടെ പേര് വിക്ടോറിയ എന്നാണ്. ഈ വിക്ടോറിയ എന്ന് പറഞ്ഞ കുട്ടി ഈ അടുത്ത് ഭയങ്കര എന്താ പറയുക, എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത ബാലൻ എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്, നല്ല സക്സസ്ഫുൾ മൂവിയാണ്. ബാലൻ സിനിമയിൽ ഒരു മുത്തശ്ശിയുടെ ക്യാരക്ടറുണ്ട്, ഒരു വീൽ ചെയറിലിരിക്കുന്ന മുത്തശ്ശി. ആ മുത്തശ്ശിയുടെ കൊച്ചുമോളാണ് ഈ വിക്ടോറിയ എന്ന് പറയുന്നത്. അപ്പോൾ ആരോമലും വിക്ടോറിയയും ഇവരുടെ ജസ്റ്റ് ആ ഒരു ഫോട്ടോ, കല്യാണത്തിൻ്റെ ആ ഒരു വെഡ്ഡിങ്ങിന് നമ്മൾ ഫ്രണ്ടിൽ വെക്കുന്നൊരു ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോൻ്റെ അടിയിൽ വന്ന കമൻറ്റ് നിങ്ങൾ നോക്കണം. കോളനി എത്ര ദിവസം. എടാ ഈ കമൻ്റ് ഇട്ട ഈ പൂത്തിരി മക്കൾക്ക്, ഇതിൽ നിഷാന്ത് കുനിയിൽ ഇവനൊക്കെ എത്ര വയസ്സുണ്ടെന്ന് അറിയോ? എത്ര ദിവസം എന്ന് വെച്ചിട്ട് ഈ കമൻ്റ് ഇട്ട് ഈ പുന്നാര മോന്, ഇവന് ഈ ആരോമലിൻ്റെ, അതായത് ഐ എം വിജയനേക്കാൾ പ്രായം ഉണ്ടാവും ഈ പൂത്തിരിക്ക്. ഇവൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഒക്കെ പ്രൈവറ്റ്, അതാ രസം. ഇതൊക്കെ ജെനുവിൻ പ്രൊഫൈൽസാണ്, പക്ഷേ ഇതൊക്കെ പ്രൈവറ്റാണ്. ഫേസ്ബുക്കിൽ കയറി നോക്കുന്ന സമയത്ത് ഇവൻ്റെ മക്കളെ ഫോട്ടോ അതും ഇതൊക്കെ ഇട്ട് ഭയങ്കര ഫാമിലി പേഴ്സണാണ്. എന്നിട്ടാണ് വന്നിരുന്നിട്ട് ഈ ചെറ്റ വർത്താനം ചോദിക്കുന്നത്. പിന്നെ കോളനി, എന്ത് കോളനി? എന്ത് കോളനി? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏറ്റവും മോശമായ ജീവിത സാഹചര്യത്തിൽ നിന്ന് സ്വന്തം കഴിവ് കൊണ്ട് കയറി വന്ന ഒരാളാണ് ഐ എം വിജയൻ എന്ന് പറയുന്നത്, അല്ലേ? ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പോർട്ടിൽ നിങ്ങളൊന്ന് ആലോചിക്കും, ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ ഒന്നുമല്ല ഫുട്ബോളിൽ. ഇത്രയും മില്യൺ കണക്കിന് ജനങ്ങളുണ്ട്, പക്ഷെ നമുക്ക് എവിടെ എത്താൻ പറ്റുന്നില്ല ഫുട്ബോളിൽ. ബട്ട് വി ഹാവ് ടാലൻസ്. ആ ടാലൻസിൻ്റെ കൂട്ടത്തിൽ തന്നെ എക്സ്ട്രീം അൺഎക്സെപ്ഷണൽ, ലൈക്ക് എന്താ പറയുക, ഭയങ്കര ഭീകരമായിട്ടുള്ള, നമുക്ക് വേൾഡ് ക്ലാസ് ലെവലിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ടാലൻസ് എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണം കുറവായിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു ടാലൻ്റാണ് ഐ എം വിജയൻ. അത് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ മലയാളികളുടെ ഇടയിൽ നിന്ന്. അപ്പം ആ മനുഷ്യൻ കുറേ അച്ചീവ് ചെയ്ത ഒരാളാണ്, മനസ്സിലായില്ലേ? വെറുതെ അല്ല അയാളൊരു ലെജൻഡായത് ഫുട്ബോളിൽ, കേരളത്തിൽ, ഇന്ത്യയിൽ. മനസ്സിലായോ? അയാൾ അത്രയും എന്താ പറയുക, ഭയങ്കര കഴിവുള്ള, അയാൾ കളിക്കുന്ന സമയത്ത് ഒരുപാട് പേരെ ഫാനാക്കി, അയാളുടെ കഴിവിലൂടെയാണ് ഒരുപാട് പേര് അയാളുടെ ഫാനായത്. അങ്ങനൊരു മനുഷ്യനാണ്. അങ്ങനൊരു മനുഷ്യൻ്റെ ജീവിത സാഹചര്യം, അയാൾ വളർന്ന ചുറ്റുപാട് ഒക്കെ കുറച്ച് സമ്പത്തില്ലാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, ആ അവസ്ഥ കൊണ്ട് മനുഷ്യൻ അങ്ങനെ ജനിച്ച ഒരാളായിരിക്കാം. നിങ്ങൾ അയാൾ മാറി, അയാളുടെ ജീവിതം മാറി, അയാളുടെ സ്വന്തം കരിയർ ബിൽഡ് ചെയ്തു, അയാൾ നല്ല രീതിക്കായി. ഇപ്പോഴും അയാളെ പോയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കോളനി എന്നൊക്കെ വിളിക്കേണ്ട കാര്യം. ഇനി എന്താ ഈ കോളനി? അത് ഞാൻ ചോദിക്കട്ടെ. എടാ ഈ മനുഷ്യൻ തന്നെ ആകെപ്പാടെ ഈ എന്താ പറയുക, എർത്തിനകത്തൊരു കോളനി പോലെ ജീവിക്കണേ. എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ പോയി കോളനി കീളനി, ഇതിങ്ങനെ കുറേ എന്താ പറയുക റോക്കറ്റ് മക്കൾ. ഇനി വേറൊരു കമൻ്റ് ഉണ്ട് ഇതിനകത്ത്. അടിസ്ഥാനപരമായ വിവരക്കേട് ദളിതർക്കുണ്ടാകാം, കാരണം അവർക്കിതൊന്നും ശീലമില്ല. ആരെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നതിൽ ഷൂ ഒഴിവാക്കിയതിനെ കല്യാണ മണ്ഡപത്തിൽ ചെരുപ്പ് ഒഴിവാക്കുന്നതാ നല്ലത്.
IM വിജയൻ ചെരുപ്പിട്ട് കയറിയതിൻ്റെ കമൻറ്റ് ബോക്സ് ഒരു കമൻറ്റാണ്. ആ വീഡിയോ ഞാനിവിടെ സൈഡിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും പ്ലേ ചെയ്ത് കാണിച്ചു തരട്ടെ. ആ വീഡിയോനകത്ത് സത്യം പറഞ്ഞാൽ IM വിജയൻ എന്തിനാണ് ഈ ചെരുപ്പിട്ട് കയറായിരിക്കും ഒരാളുടെ താല്പര്യമാണ്. ഓക്കെ, നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് ചെരുപ്പിട്ട് കയറും, നമ്മൾ ചെരുപ്പിട്ട് കയറില്ല. ദാറ്റ്സ് അപ് ടു അസ്. പിന്നെ കല്യാണം നടക്കുന്ന അല്ലെങ്കിൽ കല്യാണ ചടങ്ങുകൾ നടക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ നോക്കുമ്പോൾ ആ വീഡിയോയിൽ ഒരുപാട് പേര് ചെരുപ്പിട്ട് കയറിയിട്ടുണ്ട്. IM വിജയൻ മാത്രമൊന്നുമല്ല. പിന്നെ ആ IM വിജയൻ ഈ ചെരുപ്പിട്ട് കയറിയതും അല്ല വരെ വിഷയം. നിലവിളക്കിൻ്റെ മുന്നിൽ മുണ്ട് പൊക്കി നിന്ന് ഇതൊക്കെയാണ് വിഷയം. ആ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇതിനകത്ത് IM വിജയൻ ഒരു പഴം എടുത്തിട്ട് അവിടെ നിന്ന് കുട്ടിക്ക് കൊടുക്കും, ചെറിയ കുട്ടിയുടെ സ്റ്റേജ് കയറിയ കുട്ടിക്ക് ആ പഴം എടുത്ത് കൊടുക്കുന്ന ഒരു ഏറ്റവും നല്ല ജസ്റ്റർ അല്ലേ, ഏറ്റവും നല്ല ജസ്റ്റർ. അതിന് നിങ്ങൾക്ക് അത് കാണാൻ വയ്യ നാട്ടുകാർക്ക്. ആ പഴം എടുത്തു കൊടുത്തത് ആ മനുഷ്യൻ നിന്നൊന്നും നിങ്ങളെ കണ്ണിലില്ല. നിങ്ങളെ കണ്ണിലെന്താ? നിലവിളക്കിൻ്റെ മുന്നിൽ മൂട് കാണിച്ചു, നിലവിളക്കിൻ്റെ മുന്നിൽ മുണ്ട് പൊക്കി ചെരുപ്പിട്ട് കയറി. നിങ്ങൾ ഈ പറയുന്ന വർത്തമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് അമ്പലമോ അല്ലെങ്കിൽ പള്ളിയോ അങ്ങനെ പുണ്യമായ മറ്റേ ദൈവം ഇരിക്കുന്ന സ്ഥലമൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു കല്യാണത്തിൻ്റെ ഒരു സാധനം. ഇപ്പം എൻ്റെ കല്യാണത്തിൻ്റെ ഇങ്ങനെ സീൻ ഉണ്ടായതാ. അയ്യോ ചെരുപ്പിടാൻ പറ്റില്ലേ എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഞാൻ നോക്കുമ്പോൾ കയറി വന്ന പൂജാരി ചെരുപ്പിട്ടിൻ്റെ കാലിന് ചവിട്ടി എനിക്ക് മുറി. എന്നിട്ട് ഞാൻ അവിടെ കിടന്ന് അലമ്പുണ്ടാക്കി. മനസ്സിലായി? ഇത് ഒരുമാതിരി തോന്നലാണ് ചിലർക്ക്, ഒരു തോന്നലിൻ്റെ ഭാഗം. ഈ കമൻറ്റ് ബോക്സ് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അവൻ്റെ അഹങ്കാരം, ഷൂ ഇട്ട് നിലവിളക്കിന് മുന്നിൽ. പിന്നെ നിലവിളക്കിന് മുന്നിൽ ഷൂ ഇട്ട് പോയി നിലവിളക്ക് ചാടിക്കറി മൂന്നൊക്കെ അടിക്കുമല്ലോ. നിലവിളക്കിൻ്റെ മുന്നിൽ ഷൂ ഇട്ട് നിന്നാ എന്താ പ്രശ്നം? എന്താ? IM വിജയൻ, നിങ്ങൾ ചെയ്തത് ശരിയല്ല. നിങ്ങൾ ഓർത്തു നോക്കിയാൽ മനസ്സിലാകും. അഹങ്കാരം കൂടിപ്പോയി. ഓർക്കുക, ഇത്തിരി കൂടി കുനിഞ്ഞെങ്കിൽ കറുത്തമുത്ത് കാണാമായിരുന്നു. പ്രശാന്തിന് കറുത്തമുത്തിനെ കാണാനുള്ളൊരാഗ്രഹമൊക്കെ വരും. അങ്ങനെ ആഗ്രഹം തോന്നും എനിക്ക്. അങ്ങനെ ആഗ്രഹം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ പറയുന്നില്ല. ഈ അങ്ങനെ ആഗ്രഹമുള്ള ഒരുത്തനല്ലേ കോട്ടറ. ആ മുണ്ട് താഴ്ത്താമായിരുന്നു. പിന്നെ ചെരുപ്പും ഏനുണ്ട്. ഷൂസ് ഇട്ട് നിലവിളക്കിൻ്റെ മുന്നിൽ അറിവ് കൂടി പോയിട്ടാണ്. അല്പന സ്വർഗം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കും. അതാണിവൻ, നിലവിളക്കിന് മുന്നിൽ ഷൂസ്. ഇതേ നിലവിളക്കും പറയും ദൈവമൊക്കെ ഉള്ള സ്ഥലത്തു നിന്നാണ് ശബരിമലയിൽ ഒരു കൂട്ടം കള്ളന്മാർ ചേർന്നിട്ട് ഈ ദൈവത്തിൻ്റെ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോയത്. അതും ഈ നിലവിളക്കും സാധനമൊക്കെ എന്നും എപ്പോഴും കത്തിച്ച് വെക്കുന്നതിൻ്റെ മുന്നിൽ വെച്ചിട്ടല്ലേ ചെയ്തേ. അത്രയൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഒരു മകൻ്റെ കല്യാണത്തിന് നിലവിളക്കിൻ്റെ മുന്നിൽ വന്നിട്ട് എന്താണ് ഒരു ചുമ്മാ കത്തിക്കാതെ വെച്ച ഒരു വിളക്കാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ വാല്യൂ കൊടുക്കൂ. ഞാൻ 1-2 കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും മനസ്സിലാവാത്തൊരു സാധനമാണ്. ഒരു നിലവിളക്ക് ചുമ്മാ ഇരിക്കുകയാണ്, അത് കത്തിച്ചിട്ടില്ല. അതിൻ്റെ മുന്നിൽ കൂടി ചെരുപ്പ് ഇട്ട് നടക്കും, അതിൻ്റെ മുന്നിൽ കൂടി മുണ്ടും പൊക്കി നടക്കും. ഈ നിലവിളക്ക് ഒരു എനർജി വന്നത് ജീവൻ വെക്കുന്നത് എപ്പോഴാണ്? അത് കത്തി നിൽക്കുമ്പോഴാണ്. ഈ റെസ്പെക്റ്റ് നിലവിളക്കിന് കയറുന്നത് ഇത് കത്തി നിൽക്കുമ്പോഴാണ്. ഇത് കത്തിക്കുന്നതാരാ? ഒരു മനുഷ്യനല്ലേ ഇത് കത്തിക്കുക. ഏതെങ്കിലും ഒരു മനുഷ്യൻ പോയിട്ട് നിലവിളക്ക് കത്തിച്ചു വയ്ക്കും. അപ്പോൾ ആ കത്തിച്ചു വെച്ച നിലവിളക്കിൻ്റെ ആ ജീവൻ കൊടുത്ത ഒരു മനുഷ്യനാണെന്ന് വിചാരിച്ചോ. ആ മനുഷ്യന്മാരെന്തിനാ പിന്നെ അതിനെ പോയി റെസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളത്? ആ ഒരു സിറ്റുവേഷനെ റെസ്പെക്റ്റ് ചെയ്യണം. മനസ്സിലായില്ല? ഒരു സിറ്റുവേഷനെ റെസ്പെക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കാരണം ഒരു വസ്തുവിനെയോ ഒരു മനുഷ്യനെയോ നമുക്ക് റെസ്പെക്റ്റ് വരും. അയാളുടെ ചെയ്തികൾ കാരണം റെസ്പെക്റ്റ് വരും. നിങ്ങൾക്ക് കുറ്റം പറയണം, അല്ലെങ്കിൽ അയാളുടെ ജാതി പറഞ്ഞ് അയാളുടെ നിറം പറഞ്ഞ് അയാളെ അധിക്ഷേപിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ അയാൾ ഷൂ ഇട്ട് കയറി കാലങ്ങനെ ഷൂ ഇട്ട് കയറാൻ വേണ്ടി ആ കാലുകൊണ്ടാണ് അയാൾ ലെജൻഡായത്. ഇന്ത്യക്കും കേരളത്തിനൊക്കെ അഭിമാനകരമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും തന്നത് അയാളെ കാലുകൊണ്ടാണ്. നിലവിളക്കിനേക്കാൾ വാല്യൂ ഉണ്ട് അയാളുടെ ആ കാലിന്. മനസ്സിലായോ? അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഷൂസ് ഇട്ട് കയറി എന്നുള്ളത് ആ കുട്ടിക്ക് പഴം കൊടുത്തൊന്നുമല്ല ഇവന്മാരുടെ പ്രശ്നം ഇതാ. അങ്ങനെ IM വിജയനെ ഒരു സൈഡിൽ കൂടി തുടങ്ങി ഇവന്മാർ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനിടയിൽ ഇയാളെ പറയാം, നമ്മുടെ വിനായകൻ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫംഗ്ഷന്. ശരിയാണ്, വിനായകൻ എന്താ പറയുക, അവിടെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെരലി അടിച്ച് നടക്കുകയാണ്, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ചങ്ങായിയുടെ ഒരു സ്ഥിരം ആ ഒരു ബോഡി ലാംഗ്വേജ് ആ പരിപാടിയാണ്. റിയൽ ലൈഫിൽ ഹീറോ, റിയൽ ലൈഫിൽ ദുരന്തമാണ് ഈ ചങ്ങായി. എല്ലാവർക്കും അറിയുന്ന കേസാണ്. അയാളുടെ ഒരു ഹെയ്റ്റും ഉണ്ട് എല്ലാവർക്കും, ഇല്ലയെന്നും പറയുന്നില്ല. കാരണം അമ്മ ഒരു പരിപാടിയാണ് റിയൽ ലൈഫിൽ ചെയ്തു വെക്കുന്നത്.
അപ്പം ആ ചെങ്ങാതിനെയും കൂടിയും കണ്ടപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് കാര്യങ്ങൾ പോയി. ഓക്കെ, IM വിജയൻ്റെ ഭാര്യേൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് IM വിജയൻ അവിടുന്ന് ഇവനെ മാറ്റിക്കൊണ്ടുപോയി, ഇവനെ സൂക്ഷിക്കണം. അതായത് ഇത് ഏത് റേഞ്ച് ഓഫ് ഹെയ്റ്റ് ആണ് ഇവർ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഏത് റേഞ്ച് ഓഫ് സാധനങ്ങൾ അവർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞുണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. നിങ്ങൾക്കൊന്നും ഒരു തരത്തിലും നിങ്ങളുടെ ചിന്തയൊന്നും വേറെ മനുഷ്യന്മാർക്ക് നിങ്ങൾ ഇഞ്ചക്ട് ചെയ്യില്ല പ്ലീസ്. കാരണം ഇതെന്ന് പറയും, ഒരു മനുഷ്യൻ പോലും ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത സാധനങ്ങളാണ് നിങ്ങൾ ഈ പടച്ചു വിടുന്ന ഐറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഓക്കെ, പൊതുവെ ഈ പറഞ്ഞ ഈ വിനായകനോട് അയാളുടെ ഈ ലൈഫിലുണ്ടാകുന്ന ഒരു തരം അയാൾ കാണിച്ചു കൂട്ടിയ റിയൽ ലൈഫിലെ കുറേ അയാളുടെ പൊളിറ്റിക്സ്, അയാൾ പറയുന്ന സംസാരങ്ങൾ, അയാൾ മുന്നോട്ട് വെക്കുന്ന കുറേ കാര്യങ്ങൾ, പിന്നെ അയാൾ കാണിച്ചു കൂട്ടി വെള്ളമടിച്ച് ചെയ്ത പരിപാടികൾ, ഇതൊക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അയാളുടെ ഒരു ഹെയ്റ്റ് ഡെഫിനറ്റ്ലി ഉണ്ട്. ആ റിയൽ ലൈഫ് സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നൊരു കല്യാണ ചടങ്ങ് നടക്കുന്ന, ഒരു നല്ല കാര്യം നടന്ന ഒരാളുടെ ലൈഫിൽ അയാളുടെ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു മൊമെൻറ്റിൽ അതിൻ്റെ വിഷ്വൽസും ഫോട്ടോ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഇവൻ്റെ ഈ സാധനവും വെച്ചിട്ട് അതിനടിയിൽ പോയിട്ട് വീണ്ടും ഈ ഒരുമാതിരി വർത്തമാനം പറയുമ്പോണ്ടല്ലോ, അതൊന്നും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല മക്കളെ. ഈ അടുത്തത് ഇയാളുടെ വൈഫ്, IM വിജയൻ്റെ വൈഫ്, അതായത് എല്ലാവർക്കും, അത് ഒരാളെന്നൊന്നുമില്ല, എല്ലാവർക്കുമാണ് IM വിജയൻ്റെ വൈഫിൻ്റെ സാരി കുറച്ച് മാറി, അതിന് പ്രശ്നം. പിന്നെ ഈ IM വിജയൻ ഇങ്ങനെ ഒരു നിറമുള്ള ഭാര്യയെ കിട്ടി, അത് വേറൊരു പ്രശ്നം. പണവും പ്രതാപവും അയാൾ തങ്ങളുടെ കൂട്ടത്തിലെ ഒരു പാവം കറുത്ത സ്ത്രീയെ പോലെ തൂവെള്ള പെണ്ണുങ്ങളെ തന്നെ വേണം, ഭരണഘടനാ ശില്പി, മുൻ രാഷ്ട്രപതി, ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ എന്നിങ്ങനെയുള്ള എല്ലാവർക്കും മനോഭാവത്തിൽ മാറ്റമില്ല. പക്ഷേ ദമിതമാക്കപ്പെട്ട കീഴാള ഇതെന്തോ മലയാളം മറന്നു എഴുതി തോന്നുന്നുണ്ട്, വർഗത്തിൻ്റെ പ്രതീകങ്ങളാണ്. അടിച്ചമർത്തലുകളും ആയിത്തവും പീഡനവും ഒരുപാട് അനുഭവിച്ചവരാണ് ഒക്കെ പറഞ്ഞ് സ്വതന്ത്ര രാഷ്ട്രീയം വിറ്റ് തിന്നുന്ന പണി അവസാനിപ്പിക്കുകയുമില്ല. ആൻഡ് വേറൊരു ചേച്ചി, ഇവർ അന്നും ഇന്നും സുന്ദരി തന്നെ, ഉന്നതകുല ജാതി ഒന്നുമല്ല. ഉന്നതകുല ജാതിയും ഫിറ്റ് ചെയ്തോടെ. കറുപ്പിഷ്ടപ്പെട്ട തങ്കപ്പെട്ട സ്ത്രീ, ശരി, കുരുപൊട്ടുന്നവർക്ക് പൊട്ടട്ടെ, അല്പം വയർ അറിയാതെ കണ്ടു കാണിച്ചു പോയത് തെറ്റല്ല, നിനക്കൊക്കെ ഹണി റോസിനെ പറ്റൂ. ചേച്ചി നല്ലതാണ് എഴുതിയ, പക്ഷെ അതിനിടയിലൊരു സാധനമുണ്ട്, കറുപ്പ് ഇഷ്ടപ്പെട്ട തങ്കപ്പെട്ട സ്ത്രീ. അത് കറുപ്പ് ഇഷ്ടപ്പെടാൻ പാടില്ലേ, അല്ലെങ്കിൽ കറുപ്പ് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യം, കറുപ്പ് എന്തോ മോശപ്പെട്ട കാര്യമാണോ? അല്ല, ഈ കറുപ്പിനോട് എന്താ ഇത്രത്തോളം ഇതെന്താ പറയുക, കറുപ്പിനെ അല്ലെങ്കിൽ ആ നിറത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ നിറത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നവർ വരെ എന്താ പറയുക, ആ നിറം എന്തോ ഒരു പ്രോബ്ലം ആണെന്നുള്ള രീതിക്കാണ് സംസാരിച്ച് കളി. അതെന്തിനാ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്തിനാപ്പോൾ ഇത്രയും അവരെ കുറിച്ച് നല്ലത് പറയുന്നവർക്ക് സപ്പോർട്ട് എഴുതി, കറുപ്പിനെ ഇഷ്ടപ്പെട്ട തങ്കപ്പെട്ട സ്ത്രീ എഴുതേണ്ട കാര്യം എന്താ? IM വിജയനെ ഇഷ്ടപ്പെട്ട തങ്കപ്പെട്ട സ്ത്രീ എഴുതി കൂടെ? അപ്പോഴത്തേക്ക് അവിടെ വീണ്ടും നിറം കയറ്റി വെച്ചു. ഇനി അടുത്തത്, കറുത്ത പുരുഷന്മാർക്ക് വെളുത്ത സുന്ദരിയായ ഭാര്യയെ കിട്ടുന്നു, കറുത്ത സ്ത്രീകൾക്ക് വെളുത്ത സുന്ദരനായ പുരുഷനെയും. എന്തൊരു മറിമായം, എന്തോ മറിമായുള്ളത് അതിൽ. ഒരു മനുഷ്യന് വേറൊരാളെ പാർട്ട്ണറായി കിട്ടി എന്ന് പറഞ്ഞാൽ പോരെ, കറുപ്പിന് വെളുപ്പിനെ കിട്ടി, വെളുപ്പിന് കറുപ്പിനെ കിട്ടി എന്ന് പറയുമ്പോൾ ചേച്ചീൻ്റെ ഒക്കെ DP-യിൽ ഞാൻ പറയണില്ല. അതൊക്കെ വെച്ച് അപരാധിക്കാൻ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ ഈ കമൻറ്റിന് ചെയ്യും വേണം ശരിക്കും. ഞാൻ പിന്നെന്താ പറയുക, ഇത് തന്തേൻ്റെയും തള്ളേൻ്റെയും പ്രായമുള്ള കുറേ ആൾക്കാരായി പോയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയാതിരിക്കുകയാണ്. പക്ഷേ ഇവന്മാരൊക്കെ എക്സ്പോസ് ചെയ്ത് വിടണം എന്നുള്ളതുകൊണ്ടാണ് ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ എന്ത് ചെയ്തത് ഇവിടെ കൊണ്ട് നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തന്നത്. മനസ്സിലായോ? ഇനി അതിനിടയിൽ ഈ കുട്ടി ഒന്ന് കരഞ്ഞു. കുട്ടി കരഞ്ഞപ്പോഴും പ്രശ്നം. ഈ ഏറ്റവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണപ്പെണ്ണിന് ഇവർക്ക് പ്രശ്നമാണ്. കല്യാണപ്പെണ്ണിന് ഏജ് കൂടുതലാണ്, കല്യാണപ്പെണ്ണിന് ട്രാൻസ്ജെൻഡർ ആണോ, ഇവൻ എവിടുന്നാണ് ഈ വെളുത്ത അച്ഛനെ പോലെ ഇവന് വെളുത്ത പെണ്ണിനെ കിട്ടിയോ, അങ്ങനെ ചെക്കൻ ആക്രാന്തം മുത്തു. കാരണം ഇവരുടെ ഡാൻസ് വീഡിയോസ്, മനസ്സിലായോ, അങ്ങനെ ഇവരുടെ ഏറ്റവും ലൈഫിലെ നല്ല മൊമെൻറ്റ്സ് വരുന്ന സമയത്തും സ്ഥലത്തൊക്കെ ഒട്ടക പക്ഷി, ചിമ്പാൻസി എന്നൊക്കെ പറഞ്ഞ് ഇത് എന്ത് ഭീകരമായ രീതിയിലുള്ള കമൻറ്റ് ബോക്സുകൾ അറിയും നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് IM വിജയൻ സൺ മാരേജ് എന്ന് ഫേസ്ബുക്കിലൊന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിനകത്ത് ഇഷ്ടം പോലെ റീലുകൾ വരും. ആ റീലിൻ്റെ ഒക്കെ കമൻറ്റ് ബോക്സ് സീരിയസ്ലി ഞാൻ ഇവിടുത്തെ സിസ്റ്റം, ഇയാളെന്നെ പോലീസാണല്ലോ IM വിജയൻ, നിങ്ങളുകൊണ്ട് കേസ് കൊടുക്കുക മനുഷ്യ. സൈബർ സെല്ലിൽ കേസ് ഇട്ട് വിടും ഈ പന്ന മക്കളെ. മനസ്സിലായി? ഇതൊക്കെ ഒറിജിനൽ പ്രൊഫൈൽസ് ആയിട്ട് കേസ് കൊടുത്താലും പെട്ടെന്ന് ഇരിക്കും വന്നിട്ട് സൈബർ കേസുകൾ. അത്രയും സൈബർ അധിക്ഷേപമാണ്
ഈ ജാതി പറഞ്ഞും നിറം പറഞ്ഞും ഇവർ ഈ കമൻറ്റ് ബോക്സിൽ ഇട്ട് കൂട്ടിയിട്ടുള്ളത്. അവരൊന്നും വെറുതെ വിടാൻ പാടില്ല. ഞാൻ പറയുമ്പോൾ നമുക്കൊരു ഫേക്ക് പ്രൊഫൈലിനെ കിട്ടാനോ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അവർക്ക് എതിരെ കേസിന് പോകാനൊക്കെയാണ് വിഷയമുള്ളവിടെ. പക്ഷേ ജെന്യുവിൻ ആയിട്ടുള്ളൊരു പ്രൊഫൈൽ ഇതിൽ പലതും എന്നല്ല, ഓൾമോസ്റ്റ് എല്ലാം 99% ഫേസ്ബുക്കിൽ ഇങ്ങനത്തെ കമൻറ്റ്സ് ഇട്ട പ്രൊഫൈലുകളൊക്കെ അതിനകത്ത് അവരുടെ ഫാമിലി ഉണ്ട്, അവരുടെ മുഖങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാത്തിനെയും പിടിച്ച് കേസ് കൊടുക്കുക. അല്ല എന്ത് വൃത്തിയുടെ ഈ കാണിച്ചു കൂട്ടുന്നത്. എടാ IM വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി, അയാൾ ഏത് ജാതിയിൽപ്പെട്ട ആളായിക്കോട്ടെ, അയാൾ നമുക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്താ? നമുക്ക് ഫുട്ബോൾ ലെജൻഡ് എന്ന് പറയാൻ എത്ര പേരുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അങ്ങനത്തെ ഒരു ലെജൻഡാണ്. അതയാളുടെ സ്കില്ല്, അയാളുടെ പൊട്ടൻഷ്യൽ, അയാളുടെ കഴിവ് കൊണ്ട് അയാൾ നേടിയെടുത്തൊരു കാര്യം. അങ്ങനെയുള്ളൊരു മനുഷ്യനെ നിങ്ങൾ ഇങ്ങനെ വന്നിരുന്ന് പബ്ലിക്കായിട്ട് കമൻറ്റ് ബോക്സിലിട്ട് അയാളുടെ നിറം പറഞ്ഞു, അയാളുടെ ജാതി പറഞ്ഞു അധിക്ഷേപിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അൺആക്സെപ്റ്റബിൾ ആണ് മക്കളെ. അതിൽ തന്നെ ഈ വയസ്സായിട്ടുള്ള ഇതിലൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു 10, 30, 35 വയസ്സിന് താഴെയുള്ളവരൊന്നും ഇല്ല. ഒരു 45+ അല്ലെങ്കിൽ ഒരു 40+ ഉള്ള കുറേ എണ്ണങ്ങളാണ് ഈ വന്നിരുന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഈ അപരാധം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാര്യയുടെ നിറം, IM വിജയൻ്റെ നിറം, മകൻ്റെ നിറം, കെട്ടിയ ഭാര്യേൻ്റെ നിറം പറയിപ്പിക്കരുത്. നിറം പറഞ്ഞ് ഇപ്പോൾ ഉളുപ്പില്ല ഈ നിറക്കെ കൊണ്ട് പറയാനും. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്തിനാണ് ജാതി തന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ് മനസ്സിലാവാത്തത്. ഏത് ജാതിയിൽപ്പെട്ടതായ എന്താ, മനുഷ്യനായപ്പോലെ, ഏത് മതത്തിൽപ്പെട്ടായാലെന്താ, മനുഷ്യനായപ്പോലെ. അതൊന്നും ഇല്ലാതെ കുറേ റോക്കറ്റ് മക്കൾ, കുറേ അമ്മാവന്മാരും അമ്മായിമാരും കമൻറ്റ് ബോക്സിൽ കിടന്നിട്ട് അയാൾ ചെരുപ്പിട്ടാ പ്രശ്നം, അയാൾ ചെരുപ്പ് ഇട്ടില്ലെങ്കിൽ പ്രശ്നം, അയാൾ മുണ്ട് താത്തിയാ പ്രശ്നം, താത്തിയില്ലെങ്കിൽ പ്രശ്നം. കമൻറ്റ് ബോക്സിനിടയിൽ അതിൻ്റെ ഇടയിൽ മുണ്ടുകുണി നോക്കാൻ കുറേ മറ്റവന്മാർ വേറെ. വല്ലാത്ത നാടകളെ ഇത്. സീരിയസ്ലി മാൻ, ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഒരു കല്യാണം കഴിഞ്ഞു ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട കമൻറ്റ് ബോക്സ് ഞാൻ കണ്ടിട്ടില്ല. സീരിയസ്ലി, അതും ജെന്യുവിൻ പ്രൊഫൈൽസ്. ഡെഫിനറ്റ്ലി ഞാൻ പറയുമ്പോൾ ഇത് IM വിജയൻ്റെ ഫാമിലിൻ്റെ ഭാഗത്ത് നിന്ന് ഇവന്മാരെയൊക്കെ പിടിച്ച് ഒരു 4 ആൾക്കെതിരെ കേസ് എടുക്കണം ഈ പന്ന മക്കൾക്കെതിരെ. അപ്പം കിട്ടും, അപ്പം മനസ്സിലാവും.